നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുംഭം രാശിയെക്കുറിച്ചാണ്. ഇതിൻ്റെ സമാന രാശി വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം അക്വാരിയസ് രാശിയാണ്. രണ്ടിൻ്റെയും രാശി രൂപം ഓൾമോസ്റ്റ് സിമിലറാണ്. അതുകൊണ്ട് നമുക്ക് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ പറയുന്ന രാശി രൂപത്തിൻ്റെ ഒരു കഥ, ഒരു ഗ്രീക്ക് കഥ പഠിക്കാം. അത് ഒരു രാജകുമാരൻ്റെ കഥയാണത്. ഗനിമേഡ് എന്ന ഒരു ട്രോജൻ രാജകുമാരൻ്റെ കഥയാണിത്. അതിസുന്ദരനായൊരു രാജകുമാരനായിരുന്നു. അപ്പോൾ ആ സൗന്ദര്യം വളരെ ആകർഷിക്കപ്പെട്ടു സിയസ് എന്ന ദേവന്. അതൊരു ഇന്ദ്രസ്ഥാനമുള്ള ദേവനാണ്. അങ്ങനെ ഈ ഗനിമേദിനെ ഇന്ദ്രൻ ഒരു പക്ഷിരൂപത്തിൽ വന്ന് കൊണ്ടുപോകുന്നതാണ് ആ കഥ. കൊണ്ടുപോയിട്ട് ദേവലോകം പോലെയുള്ള ഒരു സ്ഥലമാണ് ഒളിമ്പസ്. അവിടെ ദേവന്മാർക്ക് അമൃത് പകർന്നു കൊടുക്കുന്ന, ഒരു പാത്രത്തിൽ അമൃത് പകർന്നു കൊടുക്കുന്ന ജോലിയായിരുന്നു ഈ രാജകുമാരന് ഉണ്ടായത്. പക്ഷേ രാജകുമാരൻ്റെ അച്ഛൻ രാജാവിന് വളരെ വ്യസനമുണ്ടായി മകൻ്റെ ഈ അവസ്ഥ. അങ്ങനെ അതിൽ അച്ഛനെ തൃപ്തിപ്പെടുത്താനും മകൻ്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനുമായ സിയസ് ഈ രാജകുമാരന് ഒരു താരപദവി, ഒരു സ്ഥാനം കൊടുക്കുന്നതാണ്, സ്ഥിരസ്ഥാനം കൊടുക്കുന്നതാണ്. അതാണ് കുംഭം രാശിയുടെ സാഗിറ്റാരിയസ് രാശിയുടെ ചിഹ്നം. നമുക്ക് അതേ രാശിയെ പറ്റി, അല്ലെങ്കിൽ അതിൽ സിമിലർ ആയിട്ടുള്ള നമ്മുടെ രാശി, നമ്മുടെ കുംഭം രാശിയെ പറ്റി സംസാരിക്കാം. കുംഭം രാശി ഒരു ആദ്യമായിട്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് പറയാം, അതൊരു ഇൻഡിപെൻഡൻ്റ് രാശിയാണ്. സ്വതന്ത്രമായ രാശിയാണ്. അത് മാത്രമല്ല ഇന്നോവേറ്റീവ് ആണ്. പുതിയ ആശയങ്ങളുടെ ഒരു ഉറവിടമാണ് കുംഭം രാശി. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ, മനുഷ്യരാശിക്ക് നന്മ ചെയ്യുന്ന സ്വഭാവം ഉള്ള ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാശിയാണ് കുംഭം രാശി. അതിന് ഒരു കഥയല്ല എന്ന് എൻ്റെ ഒരു പ്രത്യേക, ഞാൻ പഠിച്ചതിൽ എനിക്ക് തോന്നുന്നു, കുംഭം രാശിക്കാർക്ക് അഗസ്ത്യ മഹർഷിയായിട്ട് ബന്ധമുണ്ടെന്ന്. കുംഭോത്ഭവൻ എന്നാണ് അഗസ്ത്യ മഹർഷിയെ പറയുന്നത്. അതിൻ്റെ ഒരു കഥയുണ്ട്. ഏതായാലും ഒരു കുംഭത്തിലാണ് അഗസ്ത്യ മഹർഷി ജനിക്കുന്നത്, ഒരു പാത്രത്തിൽ. ഈ വരുണന്റെയും മിത്രന്റെയും ഒരു ശക്തി ആ പാത്രത്തിലുണ്ടായി. കാരണം അത് ഒരു പ്രത്യേക കഥയാണത്. അങ്ങനെ ഉത്ഭവിക്കുന്ന ഒരു മഹർഷിയാണ് അഗസ്ത്യൻ. ആ മഹർഷിയുടെ സ്വഭാവ സവിശേഷതകളെല്ലാം കുംഭം രാശിക്കാർക്കും നമുക്ക് കാണാൻ കഴിയും. അഗസ്ത്യ മഹർഷി അത് ഒരു വലിയ ബുദ്ധിമാനായിരുന്നു. ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഋഷിമാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് അഗസ്ത്യൻ. ആ പഴയ വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ അഗസ്ത്യ രസായനമൊക്കെ നിങ്ങൾ കേട്ടില്ല, ഈ അഗസ്ത്യനുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ സസ്യശാസ്ത്രം അഗസ്ത്യനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. എഞ്ചിനീയറിംഗ് ഫീൽഡ് അതും അഗസ്ത്യൻ
ുമായിട്ട് വളരെ കണക്ട് ചെയ്ത ഒരു രംഗമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനെ യൂണിവേഴ്സലാക്കണം, അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു റവല്യൂഷണറി ആയിരുന്നു അഗസ്ത്യൻ. അത് നമുക്ക് ഈ ഒരു രാശിക്കാർക്കും ദർശിക്കാൻ കഴിയും. പല ത്യാഗങ്ങളും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അഗസ്ത്യൻ. പണ്ട് കാലമേയൻ എന്ന ഒരു അസുരൻ, അതിശക്തനായ അസുരനായിരുന്നു. ഈ അസുരനെ ദേവന്മാർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അസുരൻ ഈ സാഗരത്തിൽ ഒളിച്ചു, വലിയ സമുദ്രത്തിൽ ഒളിച്ചു കളഞ്ഞു. അവസാനം ദേവന്മാർ അഗസ്ത്യനെയാണ് സമീപിക്കുന്നത്, എങ്ങനെയെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരണം. അഗസ്ത്യൻ ഒന്നും ചിന്തിച്ചില്ല. കാരണം ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ത്യാഗം എന്ന ഒരു കൺസെപ്റ്റിൽ പെട്ടെന്ന് തന്നെ അഗസ്ത്യൻ എന്ത് ചെയ്തു? സമുദ്രജലം മുഴുവൻ കുടിച്ചു. അവിടെ ഈ അസുരൻ പുറത്ത് കണ്ടു. ദേവന്മാർ അത് വേണ്ട പോലെ അവനെ നിഗ്രഹിച്ചു. ഇതാണ് അഗസ്ത്യൻ. എന്ത് ത്യാഗവും നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ അഗസ്ത്യൻ തയ്യാറാണ്. അത് ഈ കുംഭരാശിക്കാർക്കും കാണാം. മറ്റൊരു കഥയുണ്ട്. ഈ കഥകൾ പറഞ്ഞ് കാരണം ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്തെങ്കിലും ഒരുപാട് വീഡിയോസ് നിങ്ങൾ കേൾക്കുന്നതല്ലേ, എന്തെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നമ്മൾ സന്തുഷ്ടരാണ്. ഞാൻ സന്തുഷ്ടരാണ്. അപ്പോ ഈ അഗസ്ത്യനോട് ദേവന്മാർ പറഞ്ഞു, ഈ ഇന്ത്യയുടെ നടുഭാഗത്ത് വരുന്ന വിന്ധ്യൻ പർവ്വതം അത് അമിതമായി വളരുന്നു, അത് സ്വർഗലോകത്തിനുമെല്ലാം പ്രശ്നമുണ്ടാക്കും, അതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ഒരു വലിയ ഒരു ഉത്തരവാദിത്വം അഗസ്ത്യൻ ഏറ്റെടുക്കുന്നു. അഗസ്ത്യനും കുടുംബവും വന്ന് വടക്കേ ഇന്ത്യ എന്ന് വന്ന് പറയുന്നു, പർവ്വതമേ, ഞാൻ ഇങ്ങനെ ഒരു യാത്രയിലാണ്, എനിക്ക് തെക്ക് ഭാഗത്തോട്ടുള്ളൊരു യാത്രയുണ്ട്, നിങ്ങളുടെ ഈ വളർച്ച തൽക്കാലം നിർത്തണം, ഞാൻ പോകുന്നു, തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ടായിരിക്കണം. പർവ്വതം ഋഷീശ്വരന്മാരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും അംഗീകരിക്കും. അങ്ങനെ ആ ഒരു വളർച്ച നിർത്തി അഗസ്ത്യൻ തെക്കുഭാഗത്തേക്ക് വന്നു. പക്ഷേ തിരിച്ചു പോയില്ല. ആ വളർച്ച നിർത്താൻ വേണ്ടിയാണത്. ത്യാഗമാണത്, ഒരു പ്രത്യേകതരം ത്യാഗം. നന്മ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും അഗസ്ത്യൻ്റെ ബലമുള്ള ഈ രാശിക്കാർക്കും ഉണ്ടാകും. അതൊരു നല്ല ഗുണമാണ്. ഈ കഴിവിൽ നമ്മൾ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്തു നിന്ന് അഗസ്ത്യൻ വടക്ക് ഭാഗത്തുള്ള എല്ലാ ഋഷീശ്വരന്മാരുടെയും ബലത്തിന് തുല്യമായിട്ട് ആ ഒരു വെയിറ്റ് തുല്യമാക്കിയെന്നാണ്. അപ്പോൾ അഗസ്ത്യൻ അത്രയും പ്രബലനായിരുന്നു, കഴിവുള്ള ഒരു ഋഷിയായിരുന്നു. വിദ്യാഭ്യാസത്തിലും പുതിയ ആശയങ്ങളിലും വിദ്യാഭ്യാസം സാധാരണക്കാരിൽ എത്തിക്കുന്നതിലും വളരെയധികം താല്പര്യം കാണിച്ച ഒരു മഹർഷി. ആ മഹർഷിക്ക് ഈ കുംഭരാശിയിൽ ഒരു സ്വാധീനം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുംഭം രാശിക്കാർക്കും അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ ഇന്നോവേറ്റീവാണ്. അതാണ് അവരുടെ പ്രത്യേകത. അവർ സ്നേഹികളാണ്. സമൂഹത്തിൻ്റെ സ്നേഹം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, എല്ലാവരും ഒരുപോലെയാകണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ. അതാണ് ഈ രാശിക്കാരുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന്,
പറയുകയാണെങ്കിൽ കുംഭം രാശിക്ക് അവരുടെ 3 നക്ഷത്രങ്ങളുണ്ട് ഈ കുംഭം രാശിയിൽ. അതൊന്ന് അവിട്ടത്തിന്റെ പകുതി, ചതയം, പൂരൂരുട്ടാതി, ഈ 3 നക്ഷത്രങ്ങളാണ്. മൊത്തത്തിൽ ശനിക്കാണ് ആധിപത്യമെങ്കിലും ശനിക്ക് തുല്യമായ ആധിപത്യം രാഹുവിനും ഉള്ള ഒരു രാശിയാണ് കുംഭം രാശി. ആ രാഹു സ്വാധീനം തന്നെയാണ് കുംഭം രാശിക്കാരിൽ നമ്മൾ കാണുന്ന സ്വഭാവ സവിശേഷത. അവർ ഇന്നോവേറ്റീവ് ആയിരിക്കും. പുതിയ ആശയങ്ങൾ, ഒന്നും പഴയ ആശയങ്ങളിലല്ല ഈ കുംഭം രാശിക്കാർ. അവർ റിസർച്ചേഴ്സാണ്. ഒരുപാട് റിസർച്ചിങ് നടത്തിയിട്ട് പുതിയ പുതിയ സംഭാവനകൾ ലോകത്തിന് നൽകാൻ എപ്പോഴും സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ് കുംഭം രാശിക്കാർ. രാഹു അതിനൊക്കെ സപ്പോർട്ടീവാണ്. പുതിയ ആശയം IT മേഖലയൊക്കെ രാഹുവിൻ്റെതാണ്. ടെക്നോളജി, കാണുന്ന ടെക്നോളജിയൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് രാഹുവിലാണ്. രാഹുവാണ് അതൊക്കെ ചെയ്യുന്നത്. ഓവർ ബുദ്ധിയായതുകൊണ്ട് നമ്മൾ ആ ഒരു ബുദ്ധിയെ കുറച്ച് വികലമായിട്ട് ചിത്രീകരിക്കും. ദുസ്വഭാവം പറയും, അനാവശ്യമായ ആഗ്രഹങ്ങൾ പറയും. അതൊന്നും അല്ല യഥാർത്ഥത്തിൽ. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെല്ലാം തന്നെ. നമുക്ക് നമ്മുടെ സ്വഭാവത്തിന് യോജിക്കാതെ വരുമ്പോൾ നമ്മൾ അതിനധിക പ്രസംഗം, ഓവറായിട്ടുള്ള തൻ്റെയുടെ സ്വഭാവം എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുംഭം രാശിക്കാർ മനുഷ്യസ്നേഹികളാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത. മനുഷ്യസ്നേഹത്തിന് അവരെപ്പോഴും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കും. കാരണം ഈ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കണം ഇനി വരാൻ പോകുന്ന കാലം. ആ ഒരു ആശയത്തിലാണ് അവരുടെ എല്ലാ നീക്കങ്ങളും, അവരുടെ സ്വഭാവങ്ങളും, അവരുടെ ജോലികളും ഒക്കെ അങ്ങനെയായിരിക്കും. പിന്നെ നീതിബോധമുള്ളവരായിരിക്കും. ഇതൊക്കെയാണെങ്കിലും ശനിയുടെയും ബൃഹസ്പതിയും ഒക്കെ ഈ രാശിയിലുണ്ട്. പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ. അപ്പോൾ ആ ഒരു നീതിബോധം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ വിശ്വസ്തത ഏറ്റവും കൂടുതലായിട്ട് കാണും. ലോകത്തിനോടുള്ള, ലോകം നന്നാകണം, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ രാശിക്കാർ എപ്പോഴും പ്രവർത്തിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവർ ഇങ്ങനെ ഇനാക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവരുടെ മനസ്സ് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും നിൽക്കുന്നത്. പിന്നെ സോഷ്യൽ റിഫോംസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. സർവോപരി ഇവർ വളരെ ഇൻ്റലിജൻസ് ആണ്. അത് അവര് ജന്മനാൽ ഈ രാശിക്കാർക്കുള്ളത്. ഇനി അതാണ് അവരെങ്ങനെ പ്രായോഗികമാക്കും എന്നേ നോക്കുന്നു. അത് പ്രായോഗികമാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ കുംഭം രാശിക്കാർ വലിയ വലിയ നേട്ടങ്ങൾ മാനവരാശിക്ക് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് കിട്ടുന്ന മേഖല ഒന്ന് റിസർച്ച് മേഖലയാണ്. റിസർച്ച് മേഖലയിൽ ഇവർ വന്നാൽ ഏറ്റവും നന്നാവും. അതുപോലെ തന്നെ ടെക്നോളജി, പുതിയ പുതിയ യന്ത്രങ്ങളും മറ്റും രൂപകൽപ്പന ചെയ്യുന്നതിൽ കുംഭം രാശിക്കാർക്ക് സജീവമായ ഒരു സാന്നിധ്യമുണ്ടാകും. അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇവരെ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവ് അത് ഈ രാശിക്കാർക്ക് പ്രത്യേകമായിട്ട് ഉള്ളതാണ്. വിദ്യാഭ്യാസത്തിനും പറ്റും. വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇവർ വളരെ നന്നായിട്ട് ശോഭിക്കും. പഠിപ്പിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഈ കുംഭം രാശിക്കാർക്ക് അതീവ കഴിവുള്ളവരായിരിക്കും. മനുഷ്യ സ്നേഹമാണ്, അതാണ് അവരുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന് IT മേഖലയാണ്. രാഹുവിൻ്റെ സാന്നിധ്യം അവിടെ വളരെ പ്രകടമാണ്. കാരണം അതാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. IT മേഖല അത് രാഹുവിൻ്റെതാണ്, കുംഭം രാശിയുടേതാണ്. അങ്ങനെ മൊത്തത്തിൽ
ഈ രാശിക്കാർ എല്ലാ രംഗങ്ങളിലും, അത് ബുദ്ധി വളരെ നിർബന്ധമായി വരുന്ന ഈ രംഗങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ സ്ഥാനമുണ്ടാവുക, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് കുംഭം രാശിക്കാരെ ചിലപ്പോൾ ആൾക്കാർ എക്സെൻട്രിക്സ് എന്ന് പറയും. കാരണം അവർ എക്സെൻട്രിക്സ് ആണെന്ന് നമുക്ക് തോന്നുന്നതാണ്. അവർക്കൊരു വലിയ ആശയങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പുതിയ പുതിയ നവീനമായിട്ടുള്ള ആശയങ്ങളുടെ ഉറവിടങ്ങളായിരിക്കും. അത് നമ്മളതിന് അവർ സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ല, അവർ നമ്മുടെ സാധാരണക്കാരൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തന്മാരാണ് എന്നൊക്കെ, സ്വാർത്ഥന്മാരാണെന്നൊക്കെയുള്ള ആട്രിബ്യൂഷൻസ് ഉണ്ടാകും. സത്യത്തിൽ അതല്ല. കുംഭം രാശിക്കാർ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇത്തരം ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ അതിനെ അങ്ങനെ കാണരുത്. പിന്നെ ഈ രാശിയുടെ ഈ കാലപുരുഷന്റെ 11ാമത്തെ ഭാവമാണിത്, രാശിയാണിത്. അപ്പോൾ അത് ലാഭസ്ഥാനാണ്. ഈ ശനീശ്വരന് 2 സ്ഥാനം കൊടുത്തു, ഒന്ന് കർമ്മസ്ഥാനവും അതുപോലെ തന്നെ ലാഭസ്ഥാനവും. കാരണം ശനീശ്വരൻ കുട്ടിക്കാലത്ത് വന്ന വിഷമതകൾ ഒരുപാടുണ്ടായിരുന്നു. അതിന് ശിവൻ കൊടുത്ത്, തൃപ്തനായ ശിവൻ, ശനിയുടെ ആ ഒരു പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ ഈ കർമ്മത്തിൻ്റെ ലാഭത്തിൻ്റെയും സ്ഥാനം കൊടുത്തു, സൂര്യന്റെ സമ്മതത്തോടുകൂടി. അങ്ങനെ ആ ഒരു ശനിയാണ്. അപ്പോൾ കർമ്മം ഉണ്ട് ഇവിടെ. കർമ്മമില്ലാതെ കർമ്മത്തിന്റെ ലാഭം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ കർമ്മത്തിന് ലാഭം കിട്ടുന്ന ഒരു രാശി കൂടിയാണ് ഈ കുംഭം രാശി. അതിൻ്റെ 7ാം ഭാവാധിപൻ സൂര്യനാണ്. അതിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നീചനുമാണ്. അങ്ങനെ ഒരു ചെറിയൊരു വിഷമതയുണ്ട്. എന്നാലും ഭാഗ്യാധിപൻ ഉച്ചനായിട്ട് നിൽക്കുന്നതോ മീനം രാശിയിലാണ്, കുടുംബ ധനസ്ഥാനത്താണ്. അപ്പോൾ ധനപരമായിട്ട് ഇവർ നന്നായിട്ട് തന്നെ പോകും. പ്രശ്നം സ്വല്പം ചിന്തിക്കേണ്ട 7ാം ഭാവാധിപന്റെ ആ ഭാഗ്യസ്ഥാനത്ത് വരുന്ന നീചത്വം ഒന്ന് ശ്രദ്ധിക്കണം. സൂര്യനാണ്. എന്തായാലും കല്യാണ കാര്യത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കാലപുരുഷന്റെ 11 രാശിയല്ലേ ഇത്. അപ്പോൾ കാലുകൾക്ക് അവിടെ ദോഷങ്ങൾ ജാതകത്തിൽ മൊത്തം എടുക്കണം. അത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഈ കാൽമുട്ട് വേദന, അങ്ങനെ സന്ധിവേദനകൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലിന്, പല്ലിന്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരെന്നല്ല പറയും, ഇവർ കർമ്മോന്മുഖരായിട്ടുള്ള ആൾക്കാരായിരിക്കും. കർമ്മമാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആൾക്കാരായിട്ടുള്ള കുംഭം രാശിക്കാർക്ക്, കർമ്മയോഗികളായിട്ടുള്ള കുംഭം രാശിക്കാർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ രാശി പറ്റിയുള്ള നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ നമസ്കാരം.